ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ത്രിവേണിയോണം 2026 ഓണാഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം നിർവഹിച്ചു. ത്രിവേണിയോണം 2026 ഓണാഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിൽ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയുടെ ചരിത്ര നേട്ടത്തിലൊന്നായി ത്രിവേണിയോണം മാറുമെന്നും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നഗരത്തിന്റെ ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. യുണീക്ക് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് എന്ന് പറഞ്ഞാൽ എവിടെയും ഇല്ലാത്ത കേരളത്തിനും പിന്നെ കേരളത്തിലെ പുറത്തുള്ള മലയാളീസ്ക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഓണം. ഇൻഫാക്ട് ഈക്വാലിറ്റി, ജസ്റ്റിസ്, ഒരു ഗുഡ് ഗവർണൻസ്, ഒരു നല്ല ഭരണത്തിന്റെ ഒരു സൂചകമാണ്. ഈ ഫെസ്റ്റിവലിന്റെ എല്ലാവിധ ആശംസകളും താങ്കൾ എല്ലാവർക്കും നേരുകയാണ്. ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിനെ അഭിനന്ദിക്കുകയാണ്. ത്രിവേണി ഓണമിനെ ഒരു മുൻകൈ എടുത്തത് അതിൽ വളരെ ഒരു ചുരുക്ക സമയത്തിലാണ്. ഇതിടെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് തന്നെ എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. ആ ഒരു ചെറിയ സമയത്തിൽ ഒത്തിരി അധികം കാര്യങ്ങളാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ബിക്കോസ് ഏതൊരു ഭരണവും ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഈ ഫെസ്റ്റിവൽസ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരണം, ഒരു സെലിബ്രേഷൻസ് ഉണ്ടാവണം. അത് എല്ലാ തലത്തിലുള്ള വ്യക്തികൾക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാവട്ടെ, മുതിർന്നവർക്കാവട്ടെ, പിന്നെ ജെൻസീസ്ക്കാവട്ടെ, എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവണം, ഒരു സെലിബ്രേഷൻ ഉണ്ടാവണം എന്ന് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും. ആ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ഈ ഒരു ത്രിവേണി ഓണം ചെയർപേഴ്സൺ പിന്നെ എല്ലാ കൗൺസിൽ അംഗങ്ങളുടെ ഒരു നേതൃത്വത്തിൽ മുമ്പോട്ട് വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും മുനിസിപ്പാലിറ്റിക്ക് നേരുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ പി എൽദോസ്, വൈസ് ചെയർപേഴ്സൺ പി അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അസം ബീഗം, ജിനു മടേക്കൽ, CM ഷുക്കൂർ, ഷഹന മാഹിൻ, ജെയ്സൺ തോട്ടത്തിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം, മജീദ് മങ്ങാടൻ, മനോജ് ജി, RDO അബ്ബാസ്, KA നവാസ്, സോജൻ പിട്ടാപ്പിള്ളി, PA ബഷീർ, T ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പുഴകൾ ചേരുന്ന മൂവാറ്റുപുഴയുടെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും ടൂറിസം സാധ്യതകളും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതിനുള്ള വേദിയായി ത്രിവേണിയോണം 2026 മാറുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.